കെഎസ്ആർടിസിയിൽ വൻ ക്രമക്കേട് നടക്കുന്നതായി MD ബിജു പ്രഭാകരന്റെ വെളിപ്പെടുത്തൽ. ഒരു വിഭാഗം ജീവനക്കാർ ഡീസൽ വെട്ടിപ്പും ടിക്കറ്റ് വെട്ടിപ്പും നടത്തുന്നു. 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീകുമാറിനെ സ്ഥലം മാറ്റി ജീവനക്കാരുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറച്ച് 10,000-ൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും MD വ്യക്തമാക്കി. കെഎസ്ആർടിസി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞു തുടങ്ങിയ ബിജു പ്രഭാകർ ഒരു വിഭാഗം ജീവനക്കാർക്കെതിരെയും ട്രേഡ് യൂണിയനുകൾക്കെതിരെയും ആഞ്ഞടിച്ചു. ഈ വർക്ക്ഷോപ്പിൽ പോകുന്ന എന്തിനാ വണ്ടി? ഡീസൽ ഊറ്റാൻ. എല്ലാ ട്രിപ്പിൽ നിന്ന് ഒരു 5 ലിറ്റർ ഡീസൽ ചോദിച്ചു കഴിഞ്ഞാൽ 500 രൂപ ബാംഗ്ലൂർ എത്തിക്കുന്നതിന്റെ ചെലവായില്ലേ? എവിടെ മെക്കാനിസം? ഡീസൽ പിൽഫറേജ്. കെഎസ്ആർടിസിയിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായും ബിജു പ്രഭാകർ ആരോപിച്ചു. ക്രമക്കേട് നടക്കുമ്പോൾ അക്കൌണ്ട്സ് മാനേജറും നിലവിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീകുമാറിനെ എറണാകുളം സോണൽ ഓഫീസിലേക്ക് സ്ഥലം മാറ്റി. MDയുടെ ആരോപണത്തിന് പിന്നാലെയാണ് സ്ഥലം മാറ്റം. മറ്റൊരു ഡയറക്ടറായ ഷറഫിനെതിരെയും നടപടിയുണ്ടാകും. ഈ ടീം വർക്ക് ഇല്ലാത്തവർ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലെന്നുള്ള അവരിപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ ഇപ്പം തീരെ പുറത്താക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഈ തിരയുണ്ടെന്ന പോലെ ബസ് നിന്ന ജോലിയായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് ഇരിക്കാം. യൂണിറ്റുകളിൽ അക്കൌണ്ട്സ് മാനേജർമാർ ഇല്ലാത്തത് ലോക്കൽ പർച്ചേസിലെ തട്ടിപ്പിന് ഇടയാക്കുന്നുണ്ടെന്നും അതിനാൽ യൂണിറ്റുകളിൽ ആഭ്യന്തര ഓഡിറ്റ് നടത്തുമെന്നും MD അടുത്ത 5 വർഷത്തിനുള്ളിൽ ജീവനക്കാരെ കുറയ്ക്കും. 380 കിലോമീറ്ററെങ്കിലും ഒരു ഓർഡിനറി ബസ് ശരാശരി ഓടണം. വർക്ക്ഷോപ്പിലുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് ഇതിനെ 22,000 ആൾക്കാരായിട്ട് 5 കൊല്ലം കൊണ്ട് കുറയ്ക്കാൻ പറ്റും. നമുക്ക് പുതുതായിട്ട് ആൾക്കാരെ എടുക്കാതിരുന്നാൽ മതി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് കെഎസ്ആർടിസിയുടെ സ്ഥലം വിൽക്കാനും പാട്ടത്തിന് നൽകാനും നടപടിയെടുക്കും. ഇതിന്റെ ഭാഗമായി 60 സെന്റ് സ്ഥലം കിഫ്ബിക്ക് നൽകും. കെഎസ്ആർടിസിയിൽ K-Swift സമ്പ്രദായം എന്തു വില കൊടുത്തും നടപ്പിലാക്കും. ഇതിനെതിരെ നിലകൊള്ളുന്നവരെ പുറത്താക്കുമെന്നും ബിജു പ്രഭാകർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. എല്ലാ തൊഴിലാളികളെയും ഉദ്ദേശിച്ചല്ല തന്റെ വിമർശനമെന്ന് KSRTC MD ബിജു പ്രഭാകർ ന്യൂസ് 18നോട് പറഞ്ഞു. താൻ തൊഴിലാളി വിരുദ്ധനല്ല. 95% ജീവനക്കാരും KSRTC നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 5% മാത്രം പേർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഡീസൽ മോഷണത്തിനായാണ് CNG ബസിനെ എതിർത്തത്. സംഘടനകളെ വിശ്വാസത്തിലെടുത്തത് മുന്നോട്ട് പോകുമെന്നും ബിജു പ്രഭാകർ ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. KSRTCയിലെ ഏത് വാഹനം, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു വാഹനത്തിലെങ്കിലും ഒരു ഓഡോമീറ്റർ, അഥവാ നമ്മൾ ചീത്തയായ ഉടമ്പ് ശരിയാക്കുന്നില്ല, എത്ര വാഹനങ്ങളിൽ ഓഡോമീറ്റർ ഉണ്ട്? അതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ട്രിപ്പ് ഷീറ്റും അതുപോലെ തന്നെ വേ ബില്ലും ഒക്കെ എഴുതുന്നത്. ഇത് ഓരോന്നും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കിലോമീറ്ററുകളും ബാക്കിയുള്ള എഴുതുന്നത് വ്യക്തമായിട്ട് ഞാൻ ഉദാഹരണ സഹിതമല്ലേ ഞാൻ പറഞ്ഞത്. എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൂടിയ കിലോമീറ്റർ എഴുതുന്നത് എന്തിനാണ്? ഡീസൽ മോഷണം അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള ലക്ഷ്യം? ഇന്നത്തെ കമ്പനികളിലെല്ലാം തന്നെ സിസ്റ്റംസ് വളരെയധികം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസാണ്. ഒരാൾ വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അടിക്കുന്ന ഡീസലാണ് ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് KSRTC ബസ്സിൽ അടിച്ചത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇത് ഏതാനും ചില ആൾക്കാർ മാത്രം, അത് അവിടെ നിന്ന് പമ്പിൽ അടിക്കുന്ന ഉദ്യോഗസ്ഥനല്ല, ചിലപ്പോൾ ഡ്രൈവർ ആയിരിക്കത്തില്ല. പക്ഷേ എന്തിനും എതിർക്കണം? CNGയിലേക്ക് പോകുന്നതിന് എന്താണ് ഇവരുടെ എതിർപ്പ്? അപ്പോൾ അതിനകത്തൊരു വലിയൊരു ലോബി, അതിനകത്ത് കാലാകാലങ്ങളിൽ വന്ന MDമാരെ ഭീഷണിപ്പെടുത്തി, സാറേ എടുത്തു കഴിഞ്ഞാൽ ഇതോടുകൂടി നഷ്ടം ഉണ്ടാകും എന്നൊരു ഭീഷണി വരുന്നുണ്ടെ ആരെങ്കിലും വിചാരിക്കും ഞാനായിട്ട് ഒരു തീരുമാനമെടുത്ത് തെറ്റായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് പറയാം. CNGന് കുഴപ്പമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അതല്ലാതെ വേറെ എന്താ ഓൾട്ടർനേറ്റീവ്? ഇപ്പോൾ 80 രൂപ കഴിഞ്ഞു, 2 കൊല്ലം കഴിയുമ്പോൾ 120 രൂപയാകും. അതിനനുസരിച്ച് ടിക്കറ്റ് വർദ്ധിപ്പിച്ച ആളുകൾ പോകും. എന്താ മാർഗം? 57 രൂപ 30 പൈസയ്ക്കുള്ള CNG വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും. 3 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശ്രീകുമാറിനെ സ്ഥലം മാറ്റിയത് തുടരന്വേഷണത്തിന് വേണ്ടിയാണ്. 100 കോടി ക്രമക്കേട് നടന്നത് 2012-15 കാലയളവിൽ. അറ്റൻഡൻസ് രേഖപ്പെടുത്തിയ ശേഷം ഒപ്പിട്ട് ശേഷം ജോലിയിൽ കയറാത്തവരെയാണ് വിമർശിച്ചത്. ഒഴിവു സമയങ്ങളിൽ മറ്റു വരുമാന മാർഗം തേടുന്നതിൽ എതിരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവരെ തകർത്ത്, ട്രേഡ് യൂണിയനെ തകർത്ത്, ജീവനക്കാരെ തകർത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇവരെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു 2-3 കൊല്ലം നോക്കും, എന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയും സോറി, എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ KSRTC മൊത്തം നശിപ്പിച്ചിട്ട് ഞാൻ പോകത്തില്ല. 3 കൊല്ലം ഉറപ്പായിട്ട് നോക്കിയിരിക്കും, യാതൊരു സംശയമില്ല. അതിനകത്താണെന്നുണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻസുമായിട്ട് ഒരു തരത്തിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല. 3 കൊല്ലമല്ല, എനിക്ക് 5 കൊല്ലത്തോളം സർവീസ് ഉണ്ട്. 5 കൊല്ലം വേണേൽ നോക്കാൻ തയ്യാറാണ് ഞാൻ. KSRTC MDക്കെതിരെ CITU രംഗത്ത്. ജീവനക്കാരെ അടച്ചാക്ഷേപിച്ച MDയുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP പറഞ്ഞു. തൊഴിലാളികളാണ് KSRTCയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന വാദം ശരിയല്ല. പരസ്യ പ്രസ്താവന നടത്തി തൊഴിലാളികളെ ഒന്നടങ്കം അപമാനിക്കുന്ന രീതി നിരുത്തരവാദപരമാണെന്നും എളമരം കരീം പാലക്കാട്ട് പറഞ്ഞു. ഈ KSRTCയുടെ പ്രശ്നത്തിന്
തൊഴിലാളികളിൽ ഒരു വിഭാഗം ഉത്തരവാദികളാണ് എന്ന മട്ടിൽ മാനേജിംഗ് ഡയറക്ടർ ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് അനുചിതമാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ചേർന്നതല്ല. ഞങ്ങൾ ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളുടെ ഭാഗത്തോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ അഴിമതികളോ ഉണ്ടാകുന്നതിനെ ന്യായീകരിക്കുന്നവരല്ല. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ നിയമാനുസൃതം നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. അത് പത്രസമ്മേളനം നടത്തി പറയല്ല വേണ്ടത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിലാളികളുടെ കുറ്റം കൊണ്ടല്ല. ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ആരെങ്കിലും കൃത്യവിലോപം കാണിക്കുകയോ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്. അതിന് പകരം ദീർഘകാലമായി ശമ്പള പരിഷ്കരണം പോലും നടത്താത്ത ഒരു സ്ഥാപനത്തിൽ, അതിന് കഴിയാത്ത ഒരു സ്ഥാപനത്തിൽ എല്ലാം സഹിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ എല്ലാം കൊള്ളക്കാരാണ്, കള്ളന്മാരാണ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ സഹകരണത്തോടെ ഈ സ്ഥാപനം മെച്ചപ്പെടുത്താനുള്ള ഒരു നിലപാടല്ല. INTUC-യുടെ നേതൃത്വത്തിൽ ജീവനക്കാർ തിരുവനന്തപുരത്തെ ട്രാൻസ്പോർട്ട് ഓഫീസ് ഉപരോധിച്ചു. തിങ്കളാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ KSRTC യൂണിറ്റുകളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് INTUC അറിയിച്ചു. ഞങ്ങൾ പറയുന്നത് എവിടെയെങ്കിലും തട്ടിപ്പ് നടക്കുന്നെങ്കിൽ, ആരെങ്കിലും തൊഴിലാളികൾക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ മാതൃകാപരമായി അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കണം. അതല്ലാതെ ഒരു സ്ഥാപനത്തിലെ മേധാവി ഇങ്ങനെ പുറപ്പുറത്ത് കയറി നിന്ന് എൻ്റെ വീട്ടിൽ മുഴുവൻ കുഴപ്പക്കാരാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെ അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നു എന്നൊരു വീട്ടിലെ നായകൻ വെളിയിലിറങ്ങി എന്ന് പറയില്ല. അതൊരു നായകൻ്റെ അന്തസ്സിന് ചേർന്നതുമല്ല. അതല്ലേ അതിൻ്റെ ശരി. ഇവിടെ തൊഴിലാളികൾ എവിടെയെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. ഞങ്ങളാരും ഇതിനെതിരല്ല. ഇവിടെ യഥാർത്ഥ സംഭവം അതൊന്നുമല്ല. ഇവിടെ ഈ സർക്കാർ പോകുന്ന പോക്കിൽ 2-3 മാസത്തിനകത്ത് 10-16 സ്ഥലങ്ങൾ കച്ചവടത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. ചില ഡീലിംഗ് ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു വിദേശ മലയാളിയാണ് ഇതിൻ്റെ പുറകിൽ. അത് കച്ചവടം നടത്തി അതിൻ്റെ കമ്മീഷനൊക്കെ ചിലർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് CMD കൂട്ടുനിൽക്കരുത്. ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ സംഹരിച്ച് കളയുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഓടിക്കളയുന്ന ആളുകളല്ല KSRTC ജീവനക്കാർ. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ യജ്ഞത്തിന് രാജ്യത്ത് തുടക്കം. 1,65,714 പേർക്കാണ് ഇന്ന് കുത്തിവയ്പ് നൽകിയത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ 2 തദ്ദേശീയ വാക്സിനുകൾ നിർമ്മിക്കാനായത് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ മികവാണെന്ന് ദൗത്യത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2ാം ഘട്ടത്തിൽ 30 കോടി പേർക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. രാജ്യത്തിന്റെ ഏറെ നാളായുള്ള കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നെന്ന് വ്യക്തമാക്കിയാണ് വാക്സിനേഷൻ പ്രതിരോധ യജ്ഞത്തിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തദ്ദേശീയമായി 2 വാക്സിനുകൾ നിർമ്മിക്കാനായത് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ മികവാണ്. അതിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരെ സല്യൂട്ട് ചെയ്യുന്നു. इतने कम समय में एक नहीं 2 मेड इन इंडिया वैक्सीन तैयार हुई है. भारत की वैज्ञानिक दक्षता, भारत के टैलेंट का जीता जागता सबूत है. വാക്സിനേഷന് ശേഷം മാസ്ക്, സാമൂഹിക അകലം തുടങ്ങിയ മുൻകരുതലുകൾ ഉപേക്ഷിക്കരുതെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ആദ്യ ഡോസ് സ്വീകരിച്ചവർ 2ാമത്തെ ഡോസ് നിർബന്ധമായും സ്വീകരിക്കണം. ആദ്യഘട്ടത്തിൽ ആരോഗ്യപ്രവർത്തകർ അടക്കം 3 കോടിയിലധികം വരുന്ന കോവിഡ് മുന്നണി പോരാളികൾക്കാണ് കുത്തിവെപ്പെങ്കിൽ 2ാം ഘട്ടത്തിൽ 30 കോടി ജനങ്ങൾക്ക് വാക്സിൻ നൽകും. और भारत वैक्सीनेशन के अपने पहले चरण में ही 3 करोड़ लोगों का टीकाकरण कर रहा है. दूसरे चरण में हमें इसको 30 करोड़ की संख्या तक ले जाना है. കോവിഡ് ബാധിച്ച് മരിച്ചവരെയും രോഗികളെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകരെയും കുറിച്ച് പരാമർശിച്ചപ്പോൾ പ്രധാനമന്ത്രി വികാരാധീനനായി. सैकड़ों साथी ऐसे भी हैं जो कभी घर वापस लौट ही नहीं आ पाए. ഉദ്ഘാടനത്തിന് പിന്നാലെ ഡൽഹി എയിംസിലെ ശുചീകരണ തൊഴിലാളിയായ മനീഷ് കുമാറിന് ആദ്യ കുത്തിവയ്പ് നടത്തി. എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയയും വാക്സിൻ സ്വീകരിച്ചു.
ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധന്റെ സാന്നിധ്യത്തിലായിരുന്നു വാക്സിനേഷൻ. കോവിഡിനെതിരെയുള്ള സഞ്ജീവനിയാണ് വാക്സിൻ എന്ന ഡോക്ടർ ഹർഷവർദ്ധൻ. This vaccine will be remembered like a sanjeevani. മാസങ്ങൾ നീളുന്ന വാക്സിനേഷൻ യജ്ഞത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി ഈ മഹാമാരിയെ തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഏറെ പ്രതീക്ഷയോടെ സംസ്ഥാനത്തെ 133 കേന്ദ്രങ്ങളിലും കോവിഡ് വാക്സിൻ വിതരണം ആദ്യ ദിനം പൂർത്തിയായി. ആരോഗ്യവകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ആദ്യ ദിവസം തന്നെ വാക്സിൻ സ്വീകരിച്ചു. കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്ന മുറയ്ക്ക് എല്ലാവർക്കും നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. സംസ്ഥാനത്തെ 133 കേന്ദ്രങ്ങൾ, 10,000-ലധികം ആരോഗ്യ പ്രവർത്തകർ. ആദ്യ ദിവസം തന്നെ ആവേശത്തോടെ ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിക്കാനെത്തി. തിരുവനന്തപുരത്ത് ആദ്യം വാക്സിൻ സ്വീകരിച്ച് മാതൃകയായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ A. റംല ബീവിയും ആരോഗ്യവകുപ്പ് ഡയറക്ടർ RL സരിതയും. ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഇച്ചിരി ഡയബറ്റീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതലാണ്, 61 വയസ്സായി. ധൈര്യപൂർവ്വം ഞാൻ മുന്നോട്ട് വന്നത് ഇതെല്ലാം ഉള്ള ആൾക്കാർക്കും യാതൊരു മുൻകരുതലും പേടിയും അനാവശ്യമായ ചിന്തകളൊന്നുമില്ലാതെ സേഫായിട്ട് വാക്സിനേഷനും എടുക്കാം എന്നുള്ളൊരു മെസ്സേജ് സമൂഹത്തിൽ എത്തിക്കണം. സമൂഹത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർക്കും. പല ജില്ലകളിൽ DMOമാരും ആശുപത്രി സൂപ്രണ്ടുമാരുമാണ് ആദ്യം വാക്സിൻ സ്വീകരിച്ചത്. ആരോഗ്യമന്ത്രി KK ശൈലജ കുത്തിവയ്പ് നടക്കുന്ന കണ്ണൂർ ജനറൽ ആശുപത്രി സന്ദർശിച്ചു. വാക്സിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ഈ വാക്സിൻ വരുന്ന സമയത്ത് പലവിധത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ വരും. നമ്മളിപ്പോൾ പരിപൂർണമായിട്ട് 3ാമത്തെ ട്രയൽ അടക്കം കഴിഞ്ഞ അതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും ലഭ്യമായിട്ടുള്ളതാണ് ഈ വാക്സിനേഷന്റെ പ്രക്രിയ. പൂർണ്ണമായും കോവിഡ് മാർഗനിർദ്ദേശം പാലിച്ചും ആരോഗ്യാവസ്ഥ പരിശോധിച്ചതിനും ശേഷമാണ് വാക്സിൻ നൽകുന്നത്. എറണാകുളത്ത് 12ഉം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 11 വീതവും മറ്റ് ജില്ലകളിൽ 9 വീതവും വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് ആരംഭിച്ചത്. 3,68,000-ലധികം ആരോഗ്യ പ്രവർത്തകർ വാക്സിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടമായി 4,32,400 ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത് 1 വർഷമാകുമ്പോൾ വാക്സിൻ എത്തി. ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചും തുടങ്ങി. ഇനി പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് എടുക്കുന്നവർക്ക് ആശംസയുമായി പ്രമുഖർ. കോവിഡ് പ്രതിരോധത്തിലെ മുന്നണി പോരാളികൾക്ക് നടി മഞ്ജു വാര്യർ ആശംസകൾ നേർന്നു. നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിരോധ മരുന്ന് വിതരണ യജ്ഞത്തിന് തുടക്കമാവുകയാണ്. കോവിഡ് എന്ന മഹാമാരിക്കെതിരായുള്ള മനുഷ്യരാശിയുടെ ചെറുത്തുനിൽപ്പാണിത്. ഈ യുദ്ധം നമ്മൾ ജയിക്കും. കോവിഡ് വാക്സിൻ വിതരണ യജ്ഞത്തിന് ഒരേ മനസ്സോടെ നമുക്ക് അണിചേരാം. സംസ്ഥാനത്ത് നിന്ന് 5,960 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,011 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,908 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 9.18 ആണ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 87 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,403 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 417 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3,442 ആയി. 412 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതനാണെങ്കിൽ അല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിൻ്റെ ആപ്തവാക്യം. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നിർണായക ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരതിന് ആഹ്വാനം ചെയ്തത്. ഈ ആശയത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ അധ്വാനിക്കുന്ന നിരവധി പേരുണ്ട് ഇവിടെ. ഇവരെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് 18ഉം ITCയും ചേർന്ന് സ്വാഭിമാൻ ഭാരത് ക്യാമ്പയിനിലൂടെ. നവീനമായ ശ്രമങ്ങളിലൂടെ തേയിലയുടെ വിപണന ചരിത്രം തിരുത്തി എഴുതിയ ഒരു സ്റ്റാർട്ടപ്പിന്റെ കഥയാണ് ഇന്ന്. കാണാം.
Vadam India's Bala Sarda is on a mission to ensure Indian teas find their rightful place in the global market. India grows some of the world's finest teas, spices, herbs and superfoods. In fact, 25 to 30% of the world's quality tea is actually produced in India. But unfortunately, there is not even a single homegrown brand which is taking this product globally and retailing value at source in India, right? And that is pretty much the reason we started Vadam India. We have over 1.5 million consumers who consume Vadam teas across the world. Global celebrities like Oprah Winfrey, Mariah Carey, Ellen, and a bunch of other celebrities have organically endorsed the brand. And yeah, I think today, but we still think, I think today it's truly day one because this is a massive industry we're talking about, and we want to continue to do what we are doing over the next few years. Vadam India is brewing a global success the Swabhiman way. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി അടക്കം കേന്ദ്ര സർക്കാരിനെതിരായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ഉറച്ച് കർഷക സമരം 52ാം ദിവസവും തുടരുകയാണ്. അതിനിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കർഷക നേതാവ് ബൽദേവ് സിംഗ് സിർസയ്ക്ക് NIA നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരുമായുള്ള 9ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെ നേരത്തെ നിശ്ചയിച്ച സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർഷകരുടെ തീരുമാനം. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് ഉൾപ്പെടെയുള്ള പ്രതിഷേധം നടത്തുമെന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ സമരത്തിന്റെ മുൻനിരയിലുള്ള ലോക് ഭലായ് ഇൻസാഫ് വെൽഫെയർ സൊസൈറ്റി നേതാവ് ബൽദേവ് സിംഗ് സിർസയ്ക്ക് NIA സമൻസ് അയച്ചു. ഡൽഹിയിലെ NIA ആസ്ഥാനത്ത് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിനെതിരായ UAPA കേസിലാണ് ബൽദേവ് സിംഗിനെ ചോദ്യം ചെയ്യുക. നേരത്തെ സിഖ് ഫോർ ജസ്റ്റിസിനെതിരെ കേന്ദ്ര സർക്കാർ ഖാലിസ്ഥാൻ ബന്ധം ആരോപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ പ്രചാരണം നടത്താൻ സിഖ് ഫോർ ജസ്റ്റിസിന് USA, UK, കാനഡ, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്ന് പണം വന്നതായാണ് NIAയുടെ FIRൽ പറയുന്നത്. കർഷക പ്രതിഷേധം അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കമാണിതെന്ന് കർഷക സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്ത് അവയവ ഇടപാടിൽ ഏജന്റുമാരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ക്രൈംബ്രാഞ്ച് സംസ്ഥാനത്തെ ഭൂരിഭാഗം അവയവദാനത്തിലും ഏജന്റുമാർ ഇടപെടുന്നുണ്ടെന്നും ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. എന്നാൽ കേന്ദ്രീകൃത മാഫിയ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. ഇതര സംസ്ഥാന ബന്ധമില്ലെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് DGPക്ക് കൈമാറുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ അവയവ വ്യാപാര മാഫിയ സജീവമാണെന്ന വിവരത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ബവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെ മദ്യം വാങ്ങാൻ ഇനി മുതൽ മൊബൈൽ ആപ്ലിക്കേഷൻ വേണ്ട. മൊബൈൽ ആപ്പ് ഇല്ലാതെയും മദ്യവിതരണം നടത്താൻ അനുമതി നൽകി ഉത്തരവിറങ്ങി. ബവ്കോ MDയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മദ്യവിൽപ്പനയിലുണ്ടായ നഷ്ടത്തെ തുടർന്നാണ് ആപ്പ് ഒഴിവാക്കാനുള്ള തീരുമാനം. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് ബവ്ക്യു ആപ്പ് വഴി മദ്യം വാങ്ങാൻ ടോക്കൺ ഏർപ്പെടുത്തിയിരുന്നത്. സംസ്ഥാനത്ത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചതും കട്ടനിട്ടതുമായ വാഹനങ്ങൾക്കെതിരെ നാളെ മുതൽ നടപടിയുണ്ടാകും. പരിശോധനകളുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീൻ നാളെ മുതൽ പ്രവർത്തനം തുടങ്ങും. നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് തീരുമാനം. കട്ടനിട്ട വാഹനങ്ങൾക്കെതിരെയും കടുത്ത നടപടിയുണ്ടാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങളിൽ കർട്ടനും കൂളിംഗ് ഫിലിമും പാടില്ലെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കാത്തതിൽ ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ. ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ തന്നെ പാലാ വിട്ടുകൊടുക്കില്ലെന്ന് NCP വ്യക്തമാക്കിയിട്ടുണ്ട്. ജയസാധ്യതയുള്ള സീറ്റുകളാണ് പാലായും എലത്തൂരും. ഈ സീറ്റുകളിൽ തർക്കം അനുവദിക്കില്ല. LDFൽ തന്നെ നിൽക്കണമെന്നും സീറ്റ് വിട്ടുകൊടുക്കരുതെന്നുമാണ് ശരത് പവാറിന്റെ നിർദ്ദേശമെന്നും TP പീതാംബരൻ കണ്ണൂരിൽ പറഞ്ഞു. പാലാ സീറ്റ് NCP ജയിച്ച സീറ്റാണ്. 4 സീറ്റ് NCP മത്സരിക്കുന്നുണ്ട്. ആ 4 സീറ്റ് NCP മത്സരിക്കും. അത് NCPയുടെ സ്ഥാനാർത്ഥികളായി തന്നെ മത്സരിക്കും. LDFിനകത്ത് തന്നെ മത്സരിക്കും. പാലാ സീറ്റ് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. രാജ്യസഭാ സീറ്റ് നൽകി മാണി സി കാപ്പനെ അനുനയിപ്പിക്കാനുള്ള നീക്കം എങ്ങനെ ഉണ്ടോ? ഞങ്ങൾക്ക് 4 അസംബ്ലി സീറ്റ് ജയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. NCPക്ക് 4 പേര് അസംബ്ലിയിൽ ഉണ്ടാകണം. രാജ്യസഭയിൽ എത്ര പേരുണ്ടാവുന്നതിനെ ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടില്ല.
JDSലെ വിമത നീക്കത്തിന് തടയിട്ട് CK നാണു MLA. JDSലെ ഭിന്നതകൾ ഉടൻ പരിഹരിക്കുമെന്നും ഇടങ്ങി നിൽക്കുന്നവരെ ലയനത്തിന് മുമ്പ് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ CK നാണു പറഞ്ഞു. ജനതാ പാർട്ടികളുടെ ലയനം ഈ മാസം തന്നെയുണ്ടാകുമെന്നും സീറ്റുകൾ സംബന്ധിച്ച് തർക്കമുണ്ടാകില്ലെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. വിമതർക്ക് നേതൃത്വം നൽകാൻ CK നാണു MLA JDS വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഉത്തരമേഖലാ നേതൃയോഗത്തിൽ നാണു നേരിട്ടെത്തിയത്. ഇതോടെ പാർട്ടി വിട്ടവരെ അനുനയിപ്പിച്ച് തിരിച്ചുകൊണ്ടുവരാനുള്ള നീക്കം സജീവമായി. JDSൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും എന്നാൽ ലയനത്തിന് മുൻപ് അതെല്ലാം പരിഹരിക്കുമെന്നും CK നാണു MLA പറഞ്ഞു. ഒരു ലയനം ഉണ്ടാവുകയും ആ ലയനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികളും കൂടുതൽ ഒരുമിച്ച് ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. LJD JDS ലയനം ഈ മാസം തന്നെ ഉണ്ടാവുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇരു പാർട്ടികളും ലയിച്ചാൽ വടകര ഉൾപ്പെടെയുള്ള സീറ്റുകളെക്കുറിച്ച് തർക്കമുണ്ടാവില്ല. ഞാൻ ജനതാദളിന്റെ ഒരാളെ എനിക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായാലും പാർട്ടിയുടെ കൂടെ നിൽക്കണം. പാർട്ടിയുടെ ഗുണത്തിന്റെ കൂടെ ഉണ്ടായ ഞാൻ പേഴ്സണലായി എന്തെങ്കിലും സങ്കടം ഉണ്ടാകുന്ന അവസരത്തിൽ പാർട്ടിയുടെ കൂടെ നിൽക്കണ്ടേ. അപ്പോൾ പാർട്ടിയുടെ കൂടെ നിൽക്കുകയും പാർട്ടിയുടെ പ്രശ്നങ്ങൾക്ക് എന്നെ കൊണ്ടാകുന്ന രൂപത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി മീറ്റിംഗിന് പോവുക അതൊക്കെ ചെയ്യുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലയനം വേണമെന്ന് CPM ഇരു പാർട്ടികളോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വടകര ഉൾപ്പെടെയുള്ള സീറ്റുകളെക്കുറിച്ചുള്ള തർക്കം തന്നെയാണ് ലയനത്തിന് വെല്ലുവിളി. ഇക്കാര്യത്തിൽ MV ശ്രേയാംസ്കുമാറിന്റെ നിലപാടാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കോഴിക്കോട്. കായംകുളം മുട്ടേൽ പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് CPMൽ പുതിയ വിവാദം. MLA U പ്രതിഭയെ ഒഴിവാക്കി CPM ഏരിയ കമ്മിറ്റി പുറത്തിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയാണ് തർക്കം. MLAയെ പിന്തുണച്ചും CPM അംഗങ്ങൾ രംഗത്തെത്തിയതോടെയാണ് ഏരിയ കമ്മിറ്റിയുടെ പേജിൽ നിന്ന് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. കായംകുളം MLAയും ഏരിയ കമ്മിറ്റിയും തമ്മിലുള്ള പുത്തൻ വിവാദങ്ങൾക്ക് കാരണമായത് ഏരിയ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട മുട്ടേൽ പാലത്തിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച പോസ്റ്റാണ്. സ്ഥലം MLA പ്രതിഭയെ ഒഴിവാക്കിയ ചിത്രത്തിനെതിരെ നിരവധി CPM അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തി. പോര് രൂക്ഷമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തെന്ന് മാത്രമല്ല പ്രതിഭയെ കൂടി ചേർത്തുകൊണ്ട് പുത്തൻ പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടു. സീറ്റ് മോഹികളായവരാണ് MLAയെ ഒഴിവാക്കിയതെന്നായിരുന്നു പ്രധാന ആരോപണം. ഇതിനു മുമ്പും പ്രതിഭയും കായംകുളത്തെ DYFI പ്രവർത്തകരും തമ്മിൽ പരസ്യമായി സൈബർ യുദ്ധം നടന്നിട്ടുണ്ട്. ഇത്തവണ പാലത്തിന്റെ ചിത്രം മാത്രം പോസ്റ്റ് ചെയ്ത് MLA നിശബ്ദമാവുകയാണ് ചെയ്തത്. പ്രതിഭയെ വീണ്ടും കായംകുളത്ത് മത്സരിപ്പിക്കാതിരിക്കുന്നതിനായി ഏരിയ നേതൃത്വത്തിന്റെ നീക്കം ശക്തമായി നടക്കുന്നതിനിടയിലാണ് പുത്തൻ വിവാദം. ന്യൂസ് 18 ആലപ്പുഴ. നെയ്യാറ്റിൻകര ആയയിൽ പാപ്പാനെ ആന കുത്തിക്കൊന്നു. ഗൗരി നന്ദൻ എന്ന ആനയാണ് രണ്ടാം പാപ്പാൻ വിഷ്ണുവിനെ കുത്തിക്കൊന്നത്. ആയയിൽ ക്ഷേത്രത്തിലെ ആനയാണ് ആക്രമണം നടത്തിയത്. ഇന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഇടയിലായിരുന്നു സംഭവം. പാപ്പാന്റെ മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ കുടിയാൻമലയിൽ 8 വയസ്സുകാരിയായ മകളെ കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്തു. പുലിക്കുറുമ്പ പുല്ലംവനത്തെ കണ്ണ മനോജിന്റെ ഭാര്യ സജിത, മകൾ നന്ദു എന്നിവരാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. വീടിനുള്ളിലെ കുളിമുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം. കുടിയാൻമല പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. മരണകാരണം വ്യക്തമല്ല.